അറബികളോട് പറഞ്ഞു, നിങ്ങൾ നോക്കി വന്നാളെ ഞാനല്ല, മൂപ്പര് മഖാമിലിരിക്കുന്നുണ്ട് മൂലയില്. പള്ളിയിലെ ഇമാമ് ചോദിച്ചല്ല, തങ്ങള് അങ്ങേ കാണാൻ വേണ്ടി വന്നു. എടോ കല്ലടോ, വലിയുള്ള വടകര മുഹമ്മദ് തങ്ങൾ പറയും, ഇന്നെ നോക്കിയിട്ട് എല്ലാവരും വന്നത് പള്ളിന്റെ മഖാമിന്റെ മൂലയിൽ. അത് ഇന്നത്തെ മാതിരിയല്ല, മഖാമിന് ചെറിയൊരു സൗകര്യം ആ മൂലയിലുണ്ട് ഇരിക്കുന്നത്. അപ്പൊ ഇമാമ് പോയി നോക്കുമ്പോ പള്ളി മാറുന്നത് മുഹമ്മദാജിയല്ലേ? ആ അവരെന്നെ, അവരാണ്. ഇത് കണ്ട് നമ്മളെ ശൈഖുന അവരുകളെ കണ്ടതോടുകൂടി യാ ശൈഖൽ മുഅല്ലം അജീബൂരി വഅബിദൂരി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അറബികൾ. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് തരീക്കത്ത് തരണം. നമ്മളെ ശൈഖുന അവരുകൾ പറഞ്ഞ ഞാൻ ശൈഖന അവിടെ വലിയ മുഹമ്മദായി തങ്ങളുണ്ട്, അതിനപ്പുറത്ത് കുറച്ചങ്ങോട്ട് പോയ ശംസുലമുണ്ട്, ഓരൊക്കെയാണ് ഞാൻ. അല്ലല്ല, ഈ വന്നത് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കുടുംബത്തിലെ 2 പേരക്കുട്ടികളാ. ഞങ്ങൾക്ക് ഉപ്പാപ്പ കാണിച്ചു തന്നത് അങ്ങനെയാണ്. കഴുത്തിന് പോകാൻ വലതു ഭാഗത്ത് ഇങ്ങനെ ഒരു മുഴ ഉണ്ടായിരുന്നു, കഴുത്തിന്റെ അല്ലേ ഒരു മുഴ ഉണ്ടായിരുന്നു. ആ മുഴ കണ്ടതോടുകൂടി അങ്ങ് തന്നെ. അപ്പൊ മറ്റേ ആള് പറയാ, ഇടത്തെ ചെവിയിൽ ഒരു കറുത്ത ഉണ്ണി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത അടയാളതാ. ഇടത്തെ ചെവിയിൽ ഉണ്ണി അങ്ങ് തന്നെ. ഷേഖിന്റെ പള്ളിയിൽ ഒരു കന്തം വിട്ടുപോയി. അങ്ങനെ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ബഹുമാനപ്പെട്ടവരെ ബൈഅത്ത് ചെയ്ത് ഇജാസത്ത് വാങ്ങിയിട്ട് തിരിച്ചുപോയി. അപ്പൊ അങ്ങനെ ബഹുമാനപ്പെട്ടവർ വളരെയേറെ ബന്ധമുള്ള ഒരു മഹാനായിരുന്നു. ഇടിയങ്ങരയിൽ മറവട്ട് കിടക്കുന്ന മഹാൻ. ബഹുമാനപ്പെട്ടവരുടെ ഇതുപോലെയുള്ള ഈ റജബിന് 15-നാണ് അവിടെ ബഹുമാനപ്പെട്ടവരുടെ ആണ്ടിന്റെ സുദിനം. അപ്പവാടി നേർച്ച എന്ന് പറയുന്ന നേർച്ച നടക്കുന്നതിന്റെ പ്രധാന ചടങ്ങുകൾ റജബ് 15-നാണ് അവിടെ നടക്കാറുള്ളത്. നിരവധി കശ്മീർ കറാമത്തുകൾ നിറഞ്ഞ വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവരെ കടലിന്റെ അടുത്തായിരുന്നു മറവ് ചെയ്തിരുന്നത്. ഇപ്പോഴുള്ളതിന് കുറെ ദൂരെ. അങ്ങനെ കടലിൽ കയറി മഹാനവരുടെ ജനാസ കബർ നാളെയും കൂടി തിരമാലകൾ കടൽക്ഷോഭത്തിൽ നാളത്തെ കടൽക്ഷോഭത്തിൽ ബഹുമാനപ്പെട്ട കബറിടം പോകുമെന്നുണ്ട്. അത് തലേന്ന് രാത്രി ബഹുമാനപ്പെട്ടവർ അതിന്റെ പരിസരത്തുള്ള 4 മഹലിലെ കാരണവന്മാർക്ക് സ്വപ്നം കണ്ടു, എന്റെ ജനാസന്റെ ഇന്ന സ്ഥലത്ത് നിങ്ങളതൊന്ന് എടുത്തു കുറച്ച് ഇപ്പുറത്തേക്ക് മറവ് ചെയ്യണം, കടലിൽ എന്നെ എടുത്തു കൊണ്ടുപോകാനായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവര് 4 പള്ളിയിലെ കാരണവന്മാർക്ക് സ്വപ്നം കണ്ടു. പിറ്റത്തെ ദിവസം അവിചാരിതമായി ചായക്കടയിൽ വെച്ചുകൊണ്ട് ഈ സ്വപ്നം കണ്ട 4 ആൾക്കാരും വന്നു. 4 ആൾക്കാരും വന്നിട്ട് ഒരുമിച്ച് കൊടുത്തു. ഞാൻ ഇന്നലെ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇന്ന പോലെ. അപ്പൊ മറ്റയാളോ ഞാനും കണ്ടു. അപ്പൊ മറ്റയാളോ ഞാനും കണ്ടു. മറ്റയാളോ ഞാനും. അങ്ങനെ ഇവർ 4 ആളും പോയി. 4 ആളും സ്വപ്നം. അപ്പൊ അതിൽ ഒരാളോട് പറഞ്ഞിട്ടു, 4 ആളോടും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണം. ഒരാളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് കുളിപ്പിക്കുകയും വേണത്തോന്നു. അപ്പോ ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്തിട്ട് 300 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം. അങ്ങനെ പറഞ്ഞ പോലെ ഇവർ പോയി സ്ഥാനം കണ്ടു, ഖബറിൽ കണ്ടെത്തി. ഖബറിലെ മൂടുകല്ല് മാറ്റി നോക്കുമ്പോൾ അപ്പ വെച്ച മയ്യത്ത് പോലെ ഒരു തുള്ളി വെള്ളം ആ കഫംകുടയിലായിട്ടില്ല. സുഗന്ധം വീശുന്ന ആ പരിമളം വീശുന്ന ജനാസ അവരെടുത്ത് ഇപ്പോ ഇടിയങ്ങര മഖാമിൽ ആ മഖാമ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് അവിടെ നിന്ന് കുളിപ്പിച്ച് പറഞ്ഞ പോലെ കുളിപ്പിക്കാൻ പറഞ്ഞത് ഒരാളെ പറഞ്ഞല്ലോ. അപ്പൊ അയാൾ ജനാസ മാറ്റി തുണികളൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്തു, കുളിപ്പിച്ചു. അവസാനത്തെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ കുളിപ്പിക്കാൻ പറഞ്ഞ ആളെ മുഖത്തേക്ക് ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. ഈ പുഞ്ചിരി കണ്ടോടുകൂടി ഇവർക്ക് മനസ്സിലായി ഇതൊരു സാധാരണക്കാരനല്ല. അങ്ങനെയാണ് പിന്നെ ചരിത്രവും പരിശോധിക്കുന്നത്. ഈ ചിരിക്കൽ കണ്ടതോടുകൂടി ഓരോ മാനം ഞാൻ ഇന്റെ മാനത്ത് കൊണ്ടാണ്, ഇന്റെ മാനത്ത് കൊണ്ടാണ്, ഇന്റെ മാനം, അങ്ങനെ 4 ആൾ തർക്കായി. അവസാനം നറുക്കിട്ടപ്പോ ഒരു മഹല്ലത്തിന് കിട്ടി. അങ്ങനെ ആ മഹല്ലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജനാസ എടുക്കാൻ നോക്കിയപ്പോൾ ജനാസ പൊന്തുന്നില്ല.
അപ്പൊ ഒന്നും കൂടി അവരെ ദുആ ചെയ്തു. അവിടെ പരിസരത്തുള്ള ഖാദിമാരെ വിളിച്ചു ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ബഹുമാനപ്പെട്ടവർക്ക് ചിലർക്ക് പൊന്താത്തത് കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇവിടെ ആയിരിക്കും ബഹുമാനപ്പെട്ടവർക്ക് ഇഷ്ടം. ആ നിലക്ക് നമ്മളൊന്നുകൂടി നറുക്കിടുക. അങ്ങനെ ആ നിലക്ക് നറുക്കിട്ടപ്പോൾ ഇപ്പൊ നമ്മൾ ആ ജനാസ മറവിച്ച മഖാം സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്ത് ബഹുമാനപ്പെട്ടവരുടെ ഇഷ്ടം അവിടെയാണെന്നതിൽ മനസ്സിലായി. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ അവിടെ മറവ് ചെയ്തു. 456 ഒരു മുസ്ലിമാണ്. ബഹുമാനപ്പെട്ട വൈദേശിക ശക്തിക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ജനങ്ങളെ അതിനുവേണ്ടി ഉദ്ബോധിപ്പിച്ച മഹാനായിരുന്നു ഷെയ്ഖ് ശംസുദ്ദീൻ അബുൽ വഫായ് മുഹമ്മദ് ബിൻ അലാവുദ്ദീൻ ഹിംസി റളിയല്ലാഹു. ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ, പദവികൾ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഈ റജബ് മാസത്തിൽ ബഹുമാനപ്പെട്ടവരെ എല്ലാവരും ഓർക്കുന്ന ഒരു മാസമായതുകൊണ്ട് ബഹുമാനപ്പെട്ടവരെയും അനുസ്മരിച്ചതാണ്. നമ്മുടെ മുത്ത് ശൈഖുനാ റളിയല്ലാഹു അൻഹു ആത്മീയമായി വളരെയേറെ ബന്ധമുള്ള ഒരു മഹാനും കൂടിയായതുകൊണ്ടാണ് ആ കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ഈ മഹാന്മാരെയൊക്കെ ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മുടെ ദുആ നമ്മളെല്ലാവരും ഇതിലേക്ക് വന്നതും ഇവിടെ അതോടുകൂടി ഇരിക്കുന്നതും ജാതി മത ഭേദമന്യേ ഇവിടെ എല്ലാവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ആമീൻ. എല്ലാവരുടെ വിഷമങ്ങളും അല്ലാഹു അകറ്റി തരുമാറാകട്ടെ. ആമീൻ. എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും വേഗത്തിൽ ഭക്ഷണം കഴിച്ച് ഓതോ ചെയ്തതുപോലെ വേഗം വരെ ദുആ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള സംഗതികളിലേക്ക് തിരിയാം. ഇൻഷാ അല്ലാഹ്. വേഗം പുരുഷന്മാരെയും